സാധാരണയായിട്ട് നമ്മൾ വീട്ടിൽ അരി ഉഴുന്നൊക്കെ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് അരച്ച് അങ്ങനെയാണ് ദോശയ്ക്കൊക്കെ മാവ് റെഡിയാക്കി എടുക്കാറ്. എന്നാൽ ഇന്ന് ഞാനിവിടെ നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് നേരത്തെ വീട്ടിൽ തന്നെ പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്രീമിക്സ് പൗഡറാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുത്ത ശേഷം അതിലേക്ക് 1 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉഴുന്നിനി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ചൂടാക്കിയെടുക്കുന്നത്. ഉഴുന്നിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഇത് പാത്രത്തിൽ നിന്നും മാറ്റാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ട് കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഞാനത് വേറൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് വീണ്ടും 2 കപ്പ് പച്ചരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുക്കുന്ന കപ്പിൻ്റെ അളവ് 250 ml ഒരു സാധാരണ ഒരു മെഷർമെൻറ്റ് കപ്പിൻ്റെ അളവാണ്. നമുക്ക് സാധാരണ ഗ്ലാസ്സിലൊക്കെ അളന്നെടുക്കുവാണെങ്കിൽ അതനുസരിച്ച് ബാക്കിയുള്ള അളവുകളും ശ്രദ്ധിച്ചാൽ മതി. ഇനി ഈ പച്ചരിയും നന്നായിട്ടൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഈ പച്ചരിയും നന്നായിട്ട് നമുക്കിവിടെ ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും ഈ പാത്രത്തിൽ നിന്നും മാറ്റാം. ഇനി ഞാൻ ചൂടാക്കിയെടുക്കുന്നത് ചവ്വരിയാണ്. ഇതൊരു 1/4 കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത്. ചവ്വരി നമ്മൾ പായസത്തിലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ എടുക്കാറുള്ളതാണ്. ഇതും ഞാൻ നന്നായിട്ട് ഇവിടെ ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് 2 ടീസ്പൂൺ ഉലുവയാണ്. ഉലുവ കൂടുതൽ ചേർക്കേണ്ട, 2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന പാകം വരെയാണിത് ചൂടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഇതും നന്നായിട്ട് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. ചൂടാക്കിയെടുത്ത ചേരുവകളെല്ലാം തന്നെ ഞാനൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ലാത്ത മിക്സീൻ്റെ ജാറിലേക്ക് നമ്മൾ ചൂടാക്കിയെടുത്ത ചേരുവകളെല്ലാം തന്നെ ഇട്ട് കൊടുക്കാം. ഇത് ഒറ്റത്തവണയായിട്ട് വേണമെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാം, അതല്ലെങ്കിൽ 2 തവണയായിട്ടും പൊടിച്ചെടുക്കാവുന്നതാണ്. നല്ല ഫൈൻ പൗഡറായിട്ട് ഇത് പൊടിച്ചെടുക്കുക. 2 ഭാഗമായിട്ടാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത്. ആദ്യത്തെ ഒരു ഭാഗം നന്നായിട്ട് പൊടിച്ചെടുത്ത ശേഷം ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടി പൊടിച്ച് ഇതിലേക്ക് തന്നെ ചേർക്കാം. ഇപ്പോൾ നമ്മുടെ പ്രീമിക്സ് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തരിയൊന്നുമില്ലാണ്ട് നന്നായിട്ട് തന്നെ ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിൻ്റെ ജാറിലിട്ട് നമ്മളിപ്പോൾ ഇത് പൊടിച്ചെടുത്തിരിക്കുന്നത് കൊണ്ട് ഇത് ചെറിയ ചൂടോടെയാണുള്ളത്. ഇപ്പോൾ തന്നെ നമ്മൾ ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും പൊടിയെടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതല്ല നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് തണുത്ത ശേഷം മാത്രം ഇത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ സൂക്ഷിച്ച് വെക്കുക. ഇപ്പോൾ ഈ പൊടിയിൽ നിന്നും 1/4 കപ്പ് പൊടിയെടുത്ത് ഞാൻ ദോശയ്ക്കുള്ള മാവൊന്ന് റെഡിയാക്കി വെക്കുവാണ്. ഈ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല, വെള്ളം ചേർത്ത് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം സാധാ പച്ചവെള്ളം തന്നെയാണ് ചേർക്കുന്നത്. നമുക്ക് എത്ര വെള്ളം വേണോ അതനുസരിച്ച് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേണ്ട മാവ് റെഡിയാക്കി എടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ മാവ് ഒരുപാട് കട്ടിയായിട്ടുണ്ടാകാൻ പാടില്ല, അതുപോലെ ലൂസായിട്ടുള്ള മാവും ആയിരിക്കരുത്. സാധാരണ ദോശയ്ക്കൊക്കെയുള്ള മാവ് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു പാകത്തിന് തന്നെയാണ് ഇതും നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് കട്ടയൊന്നുമില്ലാണ്ട് മാവ് റെഡിയാക്കി എടുക്കുക. ഈ ഒരു പാകത്തിനാണ് ദോശയ്ക്കുള്ള മാവ് ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് പൊന്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മളിങ്ങനെ പൊന്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ സാധാരണ ദോശമാവൊക്കെ നമ്മൾ പൊന്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ 6 തൊട്ട് ഒരു 7 മണിക്കൂർ വരെ ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇത് പൊന്താൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ ചൂടുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിലേ ഇത് നന്നായിട്ട് നമുക്ക് പൊന്തി സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. ഇതിപ്പോൾ പൊന്താൻ വേണ്ടിയിട്ട് വെച്ചിട്ട് 8 മണിക്കൂറായിട്ടുണ്ട്. സാധാരണ നമ്മൾ ദോശമാവ് കരച്ച് വെക്കുന്നത് പോലെ തന്നെ തലേന്ന് ഞാനത് മിക്സ് ചെയ്ത് വെച്ചതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നല്ലതുപോലെ പതഞ്ഞ് നല്ല സോഫ്റ്റായിട്ടാണ് ഈ മാവ് നമുക്കിവിടെ റെഡിയായി വന്നിരിക്കുന്നത്. ഇത് മിക്സ് ചെയ്ത് വെച്ചപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇപ്പം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഇത് യോജിപ്പിച്ചെടുക്കുവാണ്. അങ്ങനെ ദോശയ്ക്കുള്ള നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ദോശയുടെ മുകളിലേക്ക് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. ഇതൊരു 3 ടേബിൾ സ്പൂൺ നെയ്യാണുള്ളത്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. നെയ്യും മുളക് പൊടിയും കൂടിയുള്ള ഈ മിക്സ് നമ്മൾ ദോശയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ദോശ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഉണ്ടാകുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുത്ത ശേഷം അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. പാൻ ആദ്യം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തത്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ദോശയുടെ മുകൾ ഭാഗം ഇപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നെയ്യും മുളക് പൊടിയും കൂടിയുള്ള മിക്സ് അതൊരു ബ്രഷ് വെച്ചിട്ട് ഇതിന് മുകളിൽ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കുവാണ്. ഇനി ഒരു 2 മിനിറ്റും കൂടെ ഇതുപോലെ തന്നെ നമ്മളൊന്ന് വേവിച്ചെടുക്കുവാണെങ്കിൽ ഇത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് റെഡിയായി കിട്ടും. ദോശ ഇപ്പം നല്ലതുപോലെ മുരിഞ്ഞ് നന്നായിട്ട് നമുക്കിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്നും എടുത്തു മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതുപോലെ പ്രീമിക്സ് പൗഡർ വെച്ചിട്ട് നിങ്ങളും വീട്ടിൽ ദോശ റെഡിയാക്കി എടുത്ത് നോക്കുക. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുമാത്രമല്ല, ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിന് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും അവിടെ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്.